ഇന്ന് പനീർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ലേ, അതേ ടേസ്റ്റിൽ തന്നെ ഒരു കറി. എളുപ്പം എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം വഴറ്റി അതുപോലെ തന്നെ ഇളക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് പനീർ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് ഒരു വലിയ സബോള റഫായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. 2 തക്കാളി, ഒരു വലിയ സബോളയ്ക്ക് 2 വലിയ തക്കാളി, അതും റഫായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക്, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു 4 കുരുമുളക്, 2 ഉണക്കമുളക്, കുറച്ച് കാഷ്യൂ, ബദാം, 1 ടീസ്പൂൺ കസകസ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പാല്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. കുക്കർ മൂടിയിട്ട് ഒരു ആവി വന്നാൽ മതി. ഒരു ആവി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടാൽ ഇതിലിനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. നല്ല നൈസ് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ കണ്ട നല്ല തിക്ക് പേസ്റ്റാണ്. നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കൂടെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. തീ സിമ്മിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ ഈ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി വഴറ്റി വരുമ്പോൾ എണ്ണ നല്ല എന്താ പറയുക റെഡ് കളറാവും. ഈ അതേ കളറ് തന്നെ നമ്മുടെ കറിക്കും കിട്ടും. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുക. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പനീറുമേ ഒന്ന് കോട്ടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടെ വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ സിമ്മിൽ വയ്ക്കാം. പനീർ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പനീർ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ, ഗ്രേവിക്ക് നല്ലൊരു റെഡ് കളറ് വരുന്നുണ്ട്. നമ്മൾ ആ എണ്ണയിൽ മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത കാരണം കൊണ്ടാണ്. ഗ്രേവി കുറച്ച് തിക്കാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിൽ വെക്കാം. 5-10 മിനിറ്റ് നേരം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട മേലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല എളുപ്പത്തിലുള്ള കറിയാണ്. ചപ്പാത്തി എന്നല്ല, ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ശരിക്കും നല്ല ഹോട്ടൽ ടേസ്റ്റാണ്. ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൽക്ക റോട്ടി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വയ്ക്കാം. ഗോതമ്പ് പൊടി, കുറച്ച് ഉപ്പ്, എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. സാധാരണ മാവൊക്കെ കുഴക്കണ പോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ച് വയ്ക്കാം.
ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബോക് ചോയ് ഉണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട്, മാർക്കറ്റിലൊക്കെ നിറയെ കാണുന്നുണ്ട്. ഇതൊരു ചൈനീസ് ലീഫി വെജിറ്റബിളാണ്. ബേബി ബോക് ചോയ് ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വൈറ്റ് പാർട്ട് മാത്രം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ പാർട്ട് റഫായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരുപാട് നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് റഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ വൈറ്റ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ബോക് ചോയ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം ഇതിങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ച് വെച്ച് വേവിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തുറന്നിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ എല്ലാം നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ്, ഇത് ഡാർക്ക് സോയാ സോസാണ്, അത് കാരണം കൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കണുള്ളൂ. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബോക് ചോയ് സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൽക്ക റോട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്ന് പുതിയതായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഒരു സിലിക്കോൺ മാറ്റാണ്, നല്ല എളുപ്പമാണ്. ചപ്പാത്തി പ്രസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ക്ലീനിങ്ങും നല്ല എളുപ്പമാണ്. വെറുതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് അധികം ഡസ്റ്റ് പൊടിയാവണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഈ സിലിക്കോൺ മാറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കൽ ഭയങ്കര എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ. ഞാൻ പരത്തലും ഉണ്ടാക്കലും ഒരുമിച്ച് ചെയ്യും. ഒരു സൈഡിൽ പരത്തിയിട്ട് ഉണ്ടാക്കലും ഒരുമിച്ച് തന്നെ ചെയ്യും. നമുക്കത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരെണ്ണം വെച്ചതിന് ശേഷം ഒരു ലൈറ്റായിട്ടൊരു സൈഡൊന്ന് ആയാൽ മതി. ഒരു കുറച്ച് 30 സെക്കൻഡ്സ് ഒക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നിറച്ച് ഇങ്ങനെ എന്താ പറയുക ബബിൾസ് വരൂലേ, അപ്പം നമ്മൾ നേരെ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ലൈറ്റായിട്ട് ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗമില്ലേ ആ ഭാഗം നമുക്ക് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതാ നന്നായിട്ട് പോളച്ച് വരും. ഫുൽക്ക റോട്ടിയിൽ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ച് കൊടുക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണിത്. ഫുൽക്ക റോട്ടി, നല്ല ഹോട്ടൽ സ്റ്റൈലിൽ പനീർ കറി, പിന്നെ ബോക് ചോയ് സ്റ്റിർ ഫ്രൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.